ദിവ്യകാരുണ്യ ഈശോയെ അനവരതം സ്തുതിക്കുവാനും അവൻ ഈ ലോകത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ തുടരുവാനും ദൈവമയച്ച മാലാഖമാരാണ് സന്യാസിനികൾ. അവരുടെ വസ്ത്രങ്ങളുടെ വെണ്മ പോലെ അവരുടെ ഹൃദയങ്ങളും ലാഭേച്ഛയില്ലാതെ ലോകത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ നിറവിൽ നിൽക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹം വിവിധ പ്രേക്ഷിത മേഖലകളിലൂടെ ദൈവസ്നേഹം ലോകജനങ്ങളിലെത്തിക്കുന്നു. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിനാൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ് വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹം. 1908 എടത്വായിൽ ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ കാലിത്തൊഴുത്തിലാണ് ഇത് ആരംഭിച്ചത്. ചമ്പക്കുളത്ത് വള്ളിയിൽ ഫിലോമിന എന്നറിയപ്പെട്ട ബഹുമാനപ്പെട്ട ശാന്താളമ്മയാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകം. 110 വർഷങ്ങൾ പിന്നിടുന്ന ഈ സന്യാസിനി സമൂഹത്തിൽ 5000-ൽ പരം സിസ്റ്റേഴ്സ് ഇപ്പോൾ ജോലി ചെയ്യുന്നു. മാലാഖമാർ സ്വർഗത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഈശോയെ പാടി സ്തുതിക്കുന്നത് പോലെ ഭൂമിയിലും ഈശോയെ പാടി സ്തുതിക്കുവാൻ ഒരു ഗണം കന്യകമാർ ഉണ്ടാകണം എന്ന ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സന്യാസിനി സമൂഹം. മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ച് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി. ഈശോ മിശിഹായോട് അനുരൂപരായി തീർന്ന് സഭയുടെ ദൗത്യത്തിൽ സേവനപാതയിൽ ദൈവത്തിനും ദൈവജനത്തിനുമായി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ വ്യക്തികളെ ഒരുക്കുക എന്നതാണ് സന്യാസ പരിശീലന പ്രക്രിയയുടെ പ്രാഥമിക ലക്ഷ്യം. പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഈ പരിശീലനത്തിനുള്ളത്: ആസ്പിരൻസി, പോസ്റ്റുലൻസി, നോവിഷ്യറ്റ്. സന്യാസ വിളി തിരിച്ചറിയാനുള്ള തീവ്രമായ പരിശ്രമമാണ് 1ാമത്തെ വർഷം നടക്കുന്നത്. അതാണ് ആസ്പിരൻസി കാലഘട്ടം. പോസ്റ്റുലൻസിയിൽ സന്യാസ ജീവിതത്തെ കൂടുതലായി അടുത്തറിയുകയും സന്യാസ നിയമങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് വരുന്ന സുപ്രധാനമായ കാലഘട്ടമാണ് നവസന്യാസ പരിശീലന കാലഘട്ടം എന്നറിയപ്പെടുന്ന നോവിഷ്യറ്റ്. ഇത് 2 വർഷമാണ്. ഇതിലാദ്യത്തെ കാലഘട്ടം കാനൂനിക നോവിഷ്യറ്റ് എന്നറിയപ്പെടുന്നു. അവിടെ കുട്ടികൾ പ്രാർത്ഥനയിൽ മാത്രമായി ചെലവഴിക്കുന്നു. 2ാമത്തെ വർഷം റീജൻസിക്കായും അതുപോലെ തന്നെ എക്സ്പോഷർ പ്രോഗ്രാമിനായും അവർ പങ്കെടുക്കുന്നു. അവരെടുക്കാൻ പോകുന്ന വ്രതങ്ങൾ, അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ഈ വ്രതങ്ങളെക്കുറിച്ച് ആഴമായി പഠിച്ച് അവർ വ്രതസ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്നു. നവസന്യാസ പരിശീലന ഘട്ടം അവസാനിക്കുമ്പോൾ ഓരോ അർത്ഥിനിയെയും അനിത്യവ്രത വാഗ്ദാനത്തിനായി സ്വീകരിക്കുന്നു. അതോടെ അവർ സഭാവസ്ത്രവും സ്വീകരിക്കുന്നു. തുടർന്ന് 5 വർഷവും 9 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ജൂണറേറ്റ് കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വിവിധ പ്രേക്ഷിത രംഗങ്ങളിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് പരിശീലനം നേടുന്നു. അതിനുശേഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന തിയോളജി പഠനത്തിനും 6 മാസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിനു ശേഷം ഫൈനൽ പ്രൊഫഷന്, അതായത് നിത്യവ്രത വാഗ്ദാനത്തിന് അവർ അണയുന്നു. അങ്ങനെ അവർ ഈ സന്യാസ സമൂഹത്തിൻ്റെ പൂർണ്ണ അംഗങ്ങളായി മാറുന്നു. SABS സന്യാസിനി സമൂഹം സ്ഥാപക ലക്ഷ്യമായ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂന്നിയ ഒരു ജീവിതം നയിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയെ 24 മണിക്കൂറും ഇടവിടാതെ ആരാധിക്കുവാൻ 24 മഠങ്ങൾ ഉണ്ടാകണം എന്ന സഹസ്ഥാപക ശാന്താളമ്മയുടെ പ്രാർത്ഥനയുടെയും സിസ്റ്റേഴ്സിൻ്റെ പ്രയത്നത്തിൻ്റെയും ഫലമായി ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ 50-ൽ പരം മഠങ്ങൾ സ്ഥാപിതമായി. ഇതിലൂടെ 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുവാനും ശാന്താളമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനും സിസ്റ്റേഴ്സിന് സാധിച്ചു. ഓരോ മണിക്കൂറും മാറി മാറി നടത്തുന്ന തവണ ആരാധന, യൂണിറ്റ് ആരാധന, 13 മണി ആരാധന, നിത്യ ആരാധന ഇവയൊക്കെ ഈ സന്യാസ സമൂഹത്തിൻ്റെ തനിമ പ്രകടമാക്കുന്ന കാര്യങ്ങളാണ്. സഭയുടെ എല്ലാ പ്രൊവിൻസിലും റീജിയനിലും 24 മണിക്കൂറും ആരാധന നടത്തുന്ന ഒരു നിത്യാരാധനാ ഭവനമെങ്കിലും ഉണ്ടായിരിക്കും. ഈ നിത്യാരാധന ഭവനങ്ങളിൽ സിസ്റ്റേഴ്സിനെ കൂടാതെ ഒട്ടേറെ ആളുകൾ കടന്നു വരികയും തങ്ങളുടെ ജീവിതഭാരങ്ങൾ മുഴുവനും ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കിവെച്ച് ആനന്ദവും ആശ്വാസവും അനുഭവിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളർത്തുന്നതിനും അതിനായി പരിശീലനം നൽകുന്നതിനുമായി രൂപീകൃതമായ ഒരു പ്രധാന വേദിയാണ്
SABS സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യൂക്കറിസ്റ്റിക് സെന്റർ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന SABS യൂത്ത് വിംഗ്, മുതിർന്നവർക്ക് വേണ്ടിയുള്ള SABS അസോസിയേറ്റ്സ് എന്നിവ ഓരോ ഇടവകയിലും SABS സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഒരു ഇടവകയും ഒരു നാടും സന്മാർഗത്തിലും ദൈവഭക്തിയിലും വളരുന്നതിന് കന്യകാ മഠങ്ങൾ അനിവാര്യമാണെന്ന സ്ഥാപക പിതാവിന്റെ ആശയം ഉൾക്കൊണ്ട് SABS സന്യാസിനി സമൂഹം ഇടവകകളിൽ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്നു. ഇടവക ജനത്തെ സന്മാർഗ ജീവിതത്തിലും ആരാധനയുടെ ജീവിതത്തിലും നയിക്കുവാൻ പ്രത്യേകമായി തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇടവക വികാരിയോട് ചേർന്ന് ഒരു ആരാധനാ സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ സന്യാസിനി സമൂഹം സവിശേഷമായ ശ്രദ്ധ ചെലുത്തുന്നു. കുടുംബ കൂട്ടായ്മയിലും ഇടവകയിലെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടവക ജനത്തെ നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആരാധനാ സമൂഹമായി അതിനെ വാർത്തെടുക്കുന്നതിലും ഓരോ ഇടവകയിലും ഇടവക വികാരിയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുകയും അതിന് എല്ലാവിധ പ്രചോദനവും നേതൃത്വവും പ്രോത്സാഹനവും നൽകി വരികയും ചെയ്യുന്നു. വിശ്വാസമെന്ന ദൈവിക ദാനം തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്നത് തങ്ങളുടെ ദൗത്യമായി സ്വീകരിച്ചുകൊണ്ട് മതിയായ വിശ്വാസ പരിശീലനം നൽകുന്നതിൽ ഓരോ SABSഉം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതോടൊപ്പം ദൈവവചനം നേരിട്ട് പ്രസംഗിക്കുവാൻ കിട്ടുന്ന അവസരം അതൊരു സുവർണ അവസരമായി കണ്ട് മതബോധനത്തിലൂടെ ആ പ്രേക്ഷിത മേഖലയെ ധന്യമാക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തിനായി ബലിപീഠമൊരുക്കുക, അൾത്താര ശുശ്രൂഷികളെ പരിശീലിപ്പിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരണത്തിനായി കുട്ടികളെ തയ്യാറാക്കുക, ദൈവാലയവും തിരുവസ്ത്രങ്ങളും തിരുപാത്രങ്ങളും പൂജ്യമായും വൃത്തിയായും സൂക്ഷിക്കുക, അൾത്താര മനോഹരമായി അലങ്കരിക്കുക, തിരുബാലസഖ്യം, മിഷൻ ലീഗ്, യുവദീപ്തി, മാതൃപിതൃവേദി തുടങ്ങിയ ഭക്ത സംഘടനകൾക്ക് നേതൃത്വം നൽകുക തുടങ്ങിയ അജപാലന ശുശ്രൂഷയിൽ ഇടവക വികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. SABS സന്യാസിനി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിന്റെ തുടക്കം എടത്തുവായിലെ പ്രൈമറി സ്കൂളിലൂടെ ആയിരുന്നു. മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അർഥിനികളെ പ്രൈമറി സ്കൂൾ അധ്യാപികമാരായി നിയമിച്ചുകൊണ്ട് ആദിമാതാക്കളിലൂടെയാണ് ഇതിന് ആരംഭം കുറിച്ചത്. തിരുസഭയുടെ പ്രബോധന ദൗത്യത്തിൽ പങ്കുചേരുന്ന ദിവ്യമായ ഒരു വെളിയായിട്ടാണ് ആരാധനാ സന്യാസിനി സമൂഹം വിദ്യാഭ്യാസ പ്രേക്ഷിതത്തെ കാണുന്നത്. അതിനായി പ്രാഥമിക വിദ്യാലയം മുതൽ കലാലയം വരെയുള്ള സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യാലയങ്ങളും ഹോസ്റ്റലുകളും ബോർഡിങ്ങുകളും നമ്മുടെ സേവന രംഗങ്ങളാണ്. പെൺപള്ളിക്കൂടങ്ങൾ വഴി ഭവനങ്ങളെയും കരകളെയും രാജ്യങ്ങളെയും നവീകരിക്കുകയും ഗുണീകരിക്കുകയും ചെയ്യണമെന്ന സ്ഥാപക പിതാവിന്റെ ദർശനം മുന്നിൽ കണ്ടുകൊണ്ട് അർപ്പണബോധത്തോടുകൂടെ സിസ്റ്റേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു. ആദിമാതാക്കളുടെ പ്രൈമറി സ്കൂൾ അധ്യാപനത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രേക്ഷിത രംഗം ഇന്ന് പ്രൊഫഷണൽ രംഗത്തും തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വാഴപ്പള്ളിയിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളും പച്ചയിലെ നഴ്സിംഗ് സ്കൂളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കലാലയങ്ങൾ സ്ഥാപിക്കുക എന്നത് പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പെൺകുട്ടികൾക്ക് ഒരു കലാലയം സ്ഥാപിക്കണമെന്നുള്ള പിതാവിൻ്റെ ആഗ്രഹം സഫലമായത് 1965 അമരഗിരിയിൽ ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജ് എന്ന സ്ഥാപനം ഉണ്ടായതോടുകൂടിയാണ്. അവിടെ ഇപ്പോൾ 9 UG കോഴ്സുകളും 5 PG കോഴ്സുകളും ഒരു റിസർച്ച് സെൻ്ററുമുണ്ട്. UG ലെവലിലുള്ള കുട്ടികൾക്കായി ഒരു ഹോസ്റ്റൽ, PGക്കാർക്കായി വേറൊരു ഹോസ്റ്റൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്കും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കുമായി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും അവിടെ സ്ഥാപിതമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ക്ലാസുകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും സിസ്റ്റേഴ്സ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ശാരീരിക മാനസിക വൈകല്യമുള്ളവരും ബുദ്ധിമാന്യമുള്ളവരുമായ കുട്ടികളെ പൊതുസമൂഹവും സ്വന്തം മാതാപിതാക്കൾ പോലും അവഗണിച്ച് വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയുവാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് SABS സന്യാസിനി സമൂഹം ഈ കുട്ടികൾക്കായി മുന്നിട്ട് വന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദൈവത്തിൻ്റെ ഈ വചനം ഉൾക്കൊണ്ട് SABS സന്യാസിനി സമൂഹം വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്തോട് ദൈവവചനം പ്രഘോഷിക്കുന്നു.
സമൂഹത്തെയും സ്ഥാപകനെയും സംബന്ധിച്ചുള്ള ടെലിഫിലിം, ടെലി ഡോക്യുമെൻ്ററി, ഡോക്യുഫിഷൻ തുടങ്ങിയ നിർമ്മിക്കുന്നതിനും അവ പ്രദർശിപ്പിച്ച് സമൂഹത്തിൻ്റെ സിദ്ധി പ്രചരിപ്പിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ, കവിതകൾ എന്നിവ രചിക്കുന്നതിനും അത് പ്രസിദ്ധീകരിക്കുന്നതിനും 1950 മുതൽ സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു വരുന്നു. 80-ലധികം ഗ്രന്ഥങ്ങൾ ഇതിനോടകം ആരാധനാ സമൂഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുര്യാളശ്ശേരി പിതാവിൻ്റെ ജീവിത ദർശനം പങ്കുവയ്ക്കുന്നതിന് ഏറെ സഹായകരമാണ് വികാസിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദ യൂക്രിസ്റ്റിക് ഫ്ലെയിം. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സുവിശേഷവൽക്കരണത്തിനും പുനഃസുവിശേഷവൽക്കരണത്തിനും തിരുസഭാ മാതാവിനോട് സഹകരിച്ച് ഓൾ ഇന്ത്യ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമരംഗത്ത് ക്രിസ്തീയ മൂല്യങ്ങളും സഭാ പ്രബോധനങ്ങളും അവതരിപ്പിക്കുവാൻ സിസ്റ്റേഴ്സ് ശ്രമിക്കുന്നു. ഞങ്ങളുടെ ആരാധന സഭയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി മാർപ്പാപ്പ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അനുസരണയിലൂടെ പാപ്പായ്ക്ക് വിധേയപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപ്പായുടെ ജോലി പാപ്പായുടെ ഒത്ത് ചിന്തിക്കുകയും പാപ്പായുടെ വാക്കുകളും പ്രവൃത്തികളും അപ്പാടെ ആവർത്തിച്ച് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സമൂഹത്തിന് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അത് 22 കൊല്ലം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാനിന്നും സംതൃപ്തിദായകമായ നിമിഷങ്ങളാണ്. കാരണം സഭയോടൊത്ത് ആയിരിക്കുവാനും സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയോടൊത്ത് സംസാരിക്കുവാനും സഭയുടേതായ ആശയങ്ങൾ ശാംശീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും ഞങ്ങളുടെ പരിപാടികളിലൂടെയും, അതായത് നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്ന ആരൊക്കെ ഉണ്ടോ, പല ഷോർട്ട് വേവ്സ് ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ സൗണ്ട് ചെല്ലുന്നുണ്ട്. അത് പ്രക്ഷേപണം ചെയ്യുവാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആതുര ശുശ്രൂഷയിലൂടെ രോഗികൾക്ക് ആശ്വാസം പകരുവാൻ SABS സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെ ദൈവം പ്രാപ്തരാക്കി. ഇന്ന് ഹോസ്പിറ്റലുകളിലെ വിവിധ മേഖലകളിൽ സിസ്റ്റേഴ്സ് സേവനം ചെയ്തു പോരുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന ആപ്തവാക്യം സ്വീകരിച്ച് സമഗ്ര വിമോചകനായ ഈശോയുടെ സൗഖ്യദായകമായ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് തങ്ങളെ സമീപിക്കുന്നവർക്ക് ആത്മീയ, ശാരീരിക, മാനസിക സൗഖ്യം ലഭ്യമാക്കാൻ പ്രാപ്തരായ 120ഓളം സഹോദരിമാർ ആതുര ശുശ്രൂഷ രംഗത്ത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നു. അനുദിന ബലിയർപ്പണത്തിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ശക്തി സംഭരിച്ചുകൊണ്ട് അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാച്ചുറോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ മേഖലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച നമ്മുടെ സിസ്റ്റേഴ്സ് ഈ രംഗത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽസ് തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി ശുശ്രൂഷ ചെയ്യുന്നു. 1987 ബഹുമാന ജേക്കബ് കാടാത്തുകളത്തിലച്ചനാൽ പച്ചയിൽ സ്ഥാപിതമായ ലൂർദ് മാതാ ഹോസ്പിറ്റലും 2000 ആണ്ടിൽ ബഹുമാന ജെയിംസ് പറപ്പള്ളി അച്ചനാൽ എടത്തുവായിൽ സ്ഥാപിതമായ മഹാജൂബിലി ഹോസ്പിറ്റലും നമ്മുടെ സ്വന്തം മാനേജ്മെൻറ്റുകളിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായി ഉയർന്നിരിക്കുന്നു. മക്കളില്ലാത്ത അനേകം ദമ്പതികൾക്ക് പ്രാർത്ഥനയിലൂടെയും ചികിത്സയിലൂടെയും കുഞ്ഞുങ്ങളെ ലഭിക്കാനിടയായി. ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അപകടാവസ്ഥയിലും മാസം തികയാതെയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സയും പരിചരണവും ലഭ്യമാക്കുന്നു. വർഷങ്ങളായി ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന ഫ്രീ OPയും പാവപ്പെട്ടവർക്ക് നൽകുന്ന ഫ്രീ IP-യും അനേകം രോഗികൾക്ക് ചികിത്സാ സഹായമായി മാറി. മഹാജൂബിലി ഹോസ്പിറ്റലിൽ ജനറൽ മെഡിസിൻ, ഓർത്തോപെഡിക്സ്, ഓഫ്താൽമോളജി, സൈക്യാട്രി, ENT, സ്കിൻ, ഡെന്റിസ്ട്രി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, ഫിസിയോതെറപ്പി എന്നീ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു. 1980കളിൽ പ്രകൃതി ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇടയേരിക്കപ്പുഴയിൽ ആരംഭിച്ച മാർ തോമസ് കുര്യാളശ്ശേരി നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലൂടെ നാട്ടിലും വിദേശത്തുമുള്ള അനേകർക്ക് തെറപ്പിയിലൂടെയും യോഗ ക്ലാസ്സുകളിലൂടെയും ചികിത്സകളും അതുപോലെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും നൽകി വരുന്നു. തത്തമ്പള്ളി മരിയൻ ഹോമിയോ ക്ലിനിക്കിൽ ഹോമിയോ ചികിത്സയിലൂടെ രോഗികൾക്ക് സൗഖ്യവും ലഹരിക്കടിപ്പെട്ടവർക്ക് ലഹരി വിമുക്ത ചികിത്സയും നൽകി വരുന്നു. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സേവനം ലഭ്യമാക്കുവാൻ ഉതകും വിധം ശന്താൾഗിരി ആയുർവേദിക് ഹോസ്പിറ്റൽ മാമൂട്ടിൽ ആരംഭിച്ച് ആയുർവേദ ചികിത്സയ്ക്കുള്ള സൗകര്യം അവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. I'm working at Mahajubli Hospital, Edatwa, where I can see the marvelous presence of God in the spiritual, mental and welfare of my patients. And now my only goal is to spread the mercy of the Eucharistic Lord to all my people around.
സമഗ്ര വിമോചകനായ ഈശോ മിശിഹായെ അനുകരിച്ചുകൊണ്ട് ദൈവദാസനായ തോമസ് കുരിയാളശ്ശേരി പിതാവ് കാണിച്ചു തന്ന പന്ഥാവിലൂടെയാണ് ആദിമാതാക്കൾ മനുഷ്യ നന്മയ്ക്കുതകുന്ന വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഉപകരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചും പഠനോപകരണങ്ങൾ, ചികിത്സാ സഹായം, സ്കോളർഷിപ്പുകൾ എന്നിവ നൽകുകയും ആയിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന സുവിശേഷ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനികളായ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പവിത്ര സ്കോളർഷിപ്പ്, പവിത്ര വിവാഹ സഹായനിധി, എഡ്യൂക്കേഷൻ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം എന്നിവയിലൂടെ ദരിദ്ര കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിലൂടെ സഹായിക്കുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ജീവൻ ജ്യോതി കൗൺസിലിംഗ് സെൻറ്റർ എന്നൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങുകയുണ്ടായി. ജീവിതം പ്രശ്നമോ, വിളിക്കൂ ജീവൻ ജ്യോതി എന്ന ബോർഡ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കുകയും ഈ ബോർഡ് കണ്ടിട്ട് അനേകായിരങ്ങൾക്ക് ഫോണിലൂടെ കൗൺസിലിംഗ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകരുടെ ജീവൻ രക്ഷിക്കുവാൻ നമുക്ക് ഈ ജീവൻ ജ്യോതി കൗൺസിലിങ്ങിലൂടെ നമുക്ക് സാധിച്ചത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. സ്ത്രീ ശാക്തീകരണവും ഗ്രാമങ്ങളുടെ സമഗ്ര വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച മറ്റൊരു സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണ് പ്രതീക്ഷ സോഷ്യൽ സർവീസ് സെൻറ്റർ. വീടുകളിൽ ജോലിയില്ലാതെ കഴിയുന്ന സാധാരണ കുടുംബിനികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും അവർക്കൊരു ജീവിത മാർഗത്തിലേക്ക് എത്തിച്ചേരുവാനും ഈ പ്രതീക്ഷ സോഷ്യൽ സർവീസ് സെൻറ്റർ ഏറെ സഹായിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഉപജീവനത്തിന് മാർഗമില്ലാതെയും വിവിധ രോഗങ്ങൾ കടിമപ്പെട്ടും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും ക്രൈസ്തവ സാഹോദര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും എത്തിക്കുവാനും സഭ കണ്ടെത്തിയ പ്രേക്ഷിത മാർഗങ്ങളാണ് അനാഥശാലകളും വൃദ്ധമന്ദിരങ്ങളും. മല്ലപ്പള്ളി, തത്തമ്പള്ളി എന്നിവിടങ്ങളിലെ ബാലികാ ഭവനുകൾ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. ബഹുമാനപ്പെട്ട തോമസ് കുരിയാളശ്ശേരി പിതാവിൻ്റെയും ശാന്താൾ അമ്മയുടെയും കണ്ടുമുട്ടലിലൂടെ ആരംഭം കുറിച്ച SABS സന്യാസിനി സമൂഹം ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്തു പോരുന്നു. തുടക്കത്തിൽ ശാന്താൾ അമ്മ അടങ്ങുന്ന 6 അംഗങ്ങളായിരുന്ന സ്ഥാനത്ത് ഇന്ന് 5000 സിസ്റ്റേഴ്സ് SABS സന്യാസിനി സമൂഹത്തിൽ സേവനം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ ആരംഭം കുറിച്ച SABS സന്യാസിനി സമൂഹം ഇന്ന് അവിടെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നു. അവിടെ 36 മുഴുവൻ സമയ മഠങ്ങൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം അനാഥരായവർക്കായി 4 ഭവനങ്ങളും വൃദ്ധജനങ്ങൾക്ക് ഒരു വൃദ്ധസദനവും 3 സ്പെഷ്യൽ സ്കൂളുകളും മാനസിക വൈകല്യമുള്ളവർക്കായി ഒരു അഭയകേന്ദ്രവും 3 ഭവനങ്ങളും കൂടാതെ ഗ്രാമങ്ങളുടെ വികസനത്തിനായി 3 സ്ഥാപനങ്ങളും അതിലൂടെ വീട്ടമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായി ടൈലറിംഗ് ക്ലാസുകളും ഒരു കമ്മ്യൂണിറ്റി കോളേജും 2 കൗൺസിലിംഗ് സെന്ററുകളും പ്രവർത്തിക്കുന്നു. ഇതുപോലെ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും SABS സന്യാസിനി സമൂഹം സേവനം നൽകുന്നു. 2 മഹത് വ്യക്തികളുടെ സ്വപ്നം ഇന്ന് അനേകർക്ക് കരുത്തു പകരുന്ന വിശ്വാസമായി വളർന്നിരിക്കുന്നു.